കോഴിക്കോട് സൈനിക സ്കൂളിലെ 13 വയസ്സുകാരനെ കാണാതായ സംഭവത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. കന്യാകുമാരി പൂനെ എക്സ്പ്രസ് ട്രെയിനിൽ ആ കുട്ടി കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. പൂനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഇപ്പോൾ നടത്തുകയാണ്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, ഈ 13 വയസ്സുകാരനെ കാണാതായ സംഭവത്തിൽ ഈ പുറത്തു വന്ന ദൃശ്യങ്ങൾ എത്ര പ്രധാനപ്പെട്ടതാണ്? ഈ കുട്ടിയുടെ കൂടെ മറ്റാരുമില്ല എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നുണ്ട്. ഒറ്റയ്ക്കാണോ ഈ 13 വയസ്സുകാരൻ ഈ ട്രെയിനിൽ കയറുന്നത്? അങ്ങനെ തന്നെയാണോ നമ്മൾ കരുതേണ്ടത്, അല്ലെ പോലീസ് അങ്ങനെയാണോ കരുതുന്നത്? വിജയകുമാർ, തീർച്ചയായും ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ 24-ന് ലഭിച്ചിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടി ഒറ്റയ്ക്കാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. പ്ലാറ്റ്ഫോമിലൂടെ കുട്ടി നടക്കുന്നതും കന്യാകുമാരി പൂനെ എക്സ്പ്രസ് ട്രെയിനിൽ കയറുന്നതും, അതായത് ജനറൽ കമ്പാർട്ട്മെന്റിലാണ് കയറുന്നത്. എഞ്ചിന്റെ തൊട്ടു പിറകിലുള്ള ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറുന്നതുമായ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കുട്ടി പൂനെയിലേക്കായിരിക്കാം പോയിരിക്കുന്നത് എന്ന ഒരു നിഗമനത്തിൽ അന്വേഷണ സംഘമുള്ളത്. നിലവിൽ 3 സംഘം കേരളത്തിന് പുറത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. പൂനെ, ധൻബാദ്, ട്രിച്ചി ഇവിടങ്ങളിലാണ് നടക്കാവ് പോലീസിന്റെ 3 സംഘമുള്ളത്. ഇപ്പോൾ ഈ ഒരു ദൃശ്യങ്ങൾ കൂടി ലഭിച്ച പശ്ചാത്തലത്തിൽ പൂനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. മറ്റിടങ്ങളിലും അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ പൂനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും അതിസാഹസികമായി കുട്ടി പുറത്ത് ഇറങ്ങിയത്. പിന്നീട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്നതും റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നതുമായ CCTV ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 24-ന് റെയിൽവേ സ്റ്റേഷനിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന, അതായത് കുട്ടി മിസ്സിംഗ് ആയ അതേ ദിവസം തന്നെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അന്ന് വൈകുന്നേരം 6 മണിക്ക് ഈ ട്രെയിനിൽ കയറുന്ന ദൃശ്യങ്ങൾ ഏറ്റവും നിർണായകമായ, അന്വേഷണ സംഘത്തിന് ഏറ്റവും നിർണായകമായ, അന്വേഷണത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങൾ തന്നെയാണ് വിജയകുമാർ ഇത്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്.